ഈ ദൈവവിളി എന്ന് പറയുന്നത് മാനത്തുനിന്ന് പൊട്ടി വീഴുന്നതല്ല, ഹൃദയത്തിനുള്ളിൽ നിന്നുണ്ടാവുന്നത്. അത് ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഒരു പ്രത്യേക ഡീലിങ്സാണ്. ഈ ലോകത്ത് ലഭിക്കുമായിരുന്ന എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കൂടെ തനിച്ചിരിക്കാൻ വേണ്ടി 33 വയസ്സുകാരനായ ഒരു തച്ചൻ എല്ലാ രാത്രികളിലും തനിയെ മലമുകളിലേക്ക് കയറി പോകുമായിരുന്നു. ഈ കിട്ടുമെന്ന് ഉറപ്പുള്ളതല്ല വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ആ തച്ചന്റെ പുറകെ ഒരിക്കലെങ്കിലും ഒന്ന് മല കയറണം, ഒറ്റയ്ക്ക്. ഒരുപാട് ഇഷ്ടമാണ്. ഇതുപോലെ തിരുവസ്ത്രങ്ങളാണ് നിന്റെ അടുത്താലെ ബലിയർപ്പിക്കാൻ കൊതിയാവുന്നു ഈശോയെ. നിന്റെ പുരോഹിതനായ ആ മുന്തിരിത്തോപ്പിൽ വില ചെയ്യാൻ എന്നെയും നീ വിളിക്കണമേ. ഈശോയുമായുള്ള സ്നേഹത്തിൽ വളർന്ന വലുതായുള്ള ഒരു വൈദികനായി തീരുന്നു. ഇതുപോലെ ഒരു വൈദികനും സിസ്റ്ററും ആയി തീരാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് സിസ്റ്ററിന് പറഞ്ഞു തരാനുള്ളത്. ദൈവചൈതന്യമുള്ളതുപോലെ ഈ പുസ്തകം മോൾക്കിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുസ്തകമാണ്. സോറി സിസ്റ്റർ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ വായിക്കില്ല. സാരമില്ല മോളെ, എങ്കിലും നിന്റെ കയ്യിൽ ഇരുത്തട്ടെ. ഈശോയുടെ മണവാട്ടിയാകാൻ മോളെ, നീ എന്തായി പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതൊന്നും വേണ്ട, പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. നീ എന്തായി പറയുന്നത്? എനിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്, ലൈഫ് മുഴുവൻ സെറ്റ് ആക്കാം. പിന്നെ എന്താ എന്റെ പേര് ചിന്ത? മമ്മി, ഞാൻ തീരുമാനിച്ചു. എനിക്ക് ദൈവത്തിന്റെ മണവാട്ടിയാകണം. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ മാത്രം ിടുന്നു പുതിയ പാത നീങ്ങാൻ യാത്ര ചൊല്ലിടുന്നു യാഗമായി തീരാ. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പ്രിയ കൂട്ടുകാരെ, ദൈവത്തിന്റെ വലിയ ദാനമാണ് ഓരോ ദൈവവിളിയും. ദൈവത്തിന്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പും വലിയ സ്നേഹവുമാണത്. ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഈ വിളിയോട് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവത്തിനായി മാത്രം ഇറങ്ങിത്തിരിച്ചവരാണ് നാം കാണുന്ന ഓരോ വൈദികനും സമർപ്പിതയും. ഇന്നത്തെ ദൈവവിളി ദിനത്തിൽ അവർക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പാം. അവരുടെ ത്യാഗജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇനിയും തീക്ഷ്ണതയുള്ള ദൈവവിളികൾ തിരുസഭയ്ക്ക് ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.